അയത്തുള്ള അലി ഖമനേയുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന് മകൻ മുസ്തഫ. സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ സന്ദേശം. നേതാക്കളെ വധിച്ച കൊലയാളികളുടെ പട്ടിക തയ്യാർ. ഇറാനിലെ ആക്രമണത്തിന് പകരം വീട്ടുമെന്നും മുന്നറിയിപ്പ്. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചു. സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്ത് 32 പേർ. രക്ഷാപ്രവർത്തനം തുടരുന്നു. അപകട കാരണം ശക്തമായ കാറ്റും കടൽക്ഷോഭവുമെന്ന് നിഗമനം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായി CPM. ഉഭയകക്ഷി ചർച്ചയ്ക്ക് CPIയെ ക്ഷണിച്ചു. ഈ മാസം 14 ചർച്ച. പിണറായി സർക്കാരിന്റെ കാലത്ത് K-ഡിസ്കിൽ വഴിവിട്ട നിയമനങ്ങൾ. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ മാറ്റിയത് ക്രമവിരുദ്ധമായി. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ലക്ഷങ്ങൾ ശമ്പളം. മുഖ്യമന്ത്രി ചെയർമാനും ധനകാര്യമന്ത്രി വൈസ് ചെയർമാനുമായി സ്ഥാപനത്തിൽ വഴിവിട്ട നിയമനങ്ങൾ. ചട്ടവിരുദ്ധ നിയമനത്തിന്റെ രേഖകൾ ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സ്ഥലമേറ്റെടുത്ത് പണം കൊടുത്തിട്ടും കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ തുടങ്ങിയെടുത്ത് തന്നെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ്. ഏറ്റെടുത്ത സ്ഥലങ്ങളിലും വീടുകളിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെന്നും ആക്ഷേപം. ദേശീയപാത അതോറിറ്റിയിൽ സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്ന് ET മുഹമ്മദ് ബഷീർ ന്യൂസ് 18നോട്. മേൽശാന്തി നിയമന അഭിമുഖത്തിൽ നിന്ന് കണ്ഠരര് രാജീവരെ ഒഴിവാക്കിയേക്കും. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ രാജീവരെ ഉൾപ്പെടുത്തുന്നതിൽ ഹൈക്കോടതിയുടെ അഭിപ്രായം തേടും. സ്പെഷ്യൽ കമ്മീഷണർ മുഖേന കോടതിയെ സമീപിക്കാൻ ധാരണ. കള്ളാടി ദുരന്തത്തിൽപ്പെട്ട ഹിമാചൽ പ്രദേശുകാരൻ വിക്രം സിംഗ് റാണെ ഇനിയും കണ്ടെത്താനായില്ല. സോൺ 2ലും മീനാക്ഷി പുഴയിലും വിപുലമായ തെരച്ചിൽ. ദുരന്തത്തിന് വഴിവെച്ച മണ്ണ് എങ്ങനെ നീക്കണമെന്ന് പഠിക്കാൻ വിദഗ്ധ സമിതി നിയോഗിച്ച സർക്കാർ. സമിതിയിൽ 3 അംഗങ്ങൾ. അനസ്തേഷ്യയിലെ പിഴവ് മൂലം 1.5 വയസ്സുകാരൻ മരിച്ചതിൽ നടപടിയുമായി സർക്കാർ. DMO അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി. പോലീസിലും പരാതി നൽകും. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്ന് ബന്ധുക്കൾ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ 66-കാരിയെ സ്വർണത്തിനായി തീയിട്ട് കൊന്ന് കുഴിച്ചുമൂടി. കൊലപാതകം സ്വർണ്ണ മൂക്കുത്തിക്ക് വേണ്ടി. കൊല്ലപ്പെട്ടത് 1 മാസം മുമ്പ് കാണാതായ സരസമ്മാൾ. പ്രതികൾ സമീപവാസികളായ യുവാക്കൾ. ഒരാൾ അറസ്റ്റിൽ. രണ്ടാമൻ 17കാരൻ. ലോകകപ്പിലെ 3-ാം ക്വാർട്ടറിൽ ഇന്ന് ഇംഗ്ലണ്ടും നോർവേയും ഏറ്റുമുട്ടും. ബെൽജിയത്തെ 1-2 ഗോളുകൾ കീഴടക്കി സ്പെയിൻ സെമിയിൽ. സൂപ്പർ സബ്ബായി മിക്കേൽ മെറീനോ.